പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയതിൽ പിന്നാലെ പല നേതാക്കന്മാരുടെ പ്രതികരണവും ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ ഈ രസകരത്തിനിടയിൽ ഒരു വിവരക്കേട് കൂടി എഴുന്നള്ളിച്ചിരിക്കുകയാണ് ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേര് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൗരവപക്ഷത്തിന് ജയമുണ്ടാവില്ല, ജയമുറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ്. ഭയങ്കരമായ വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് അദ്ദേഹം വിധേയമായപ്പെടുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ ട്രോളുകളെ കൊണ്ടുള്ള ആറാട്ടാണ്. ഒരു വലിയ വിവരക്കേട് സുരേന്ദ്രൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. പുരാണത്തിനെ പറ്റിയിട്ടോ ഇതിഹാസങ്ങളെ പറ്റിയിട്ടോ സുരേന്ദ്രന് യാതൊരു വിവരവുമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്താണ് ആ ഒരു തെറ്റ്? ആ തെറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ശിഖണ്ഡി എന്തോ ഒരു മോശപ്പെട്ട ഒരു ഇതാണ് എന്നുള്ളൊരു ചൊവ്വ അതായത് അത് അതിനകത്തുണ്ട്. അത് തെറ്റാണ്. ഈ ശിഖണ്ഡി മഹാരഥനാണ്. ദ്രുപദ മഹാരാജാവിൻ്റെ ആദ്യത്തെ മകനാണ്. ഇദ്ദേഹം അതായത് ദ്രുപദ മഹാരാജാവിൻ്റെ ആദ്യത്തെ മകനായ ശിഖണ്ഡി എങ്ങനെ ഈ യുദ്ധത്തിൽ വന്നുചേർന്നുവെന്നും പാണ്ഡവപക്ഷത്തു നിന്ന് പങ്കെടുത്തുവെന്നും ഒക്കെയുള്ള ചരിത്രം, ഭീഷ്മരുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചരിത്രവും കഥയും പുരാണ കഥകളൊക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ, ഈ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ നമ്മൾ ഇന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ എന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ വളരെയധികം, അതിൽ ശിഖണ്ഡിയെ ആരാധിക്കുന്നവരുണ്ട്, ശിഖണ്ഡിയെ ദേവനായി കരുതി ഉപാസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ വളരെ അധിക്ഷേപിക്കുന്ന അവരെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളാണ് അങ്ങനെ ഒരു ചൊവ്വയോട് കൂടിയാണ് അത് പറഞ്ഞത്. എന്തോ ഈ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട സംഭവം. അതായത് സന്ദീപ് വാര്യരെ കുറ്റം പറയാനാണ്, സന്ദീപ് വാര്യരെ ആക്ഷേപിക്കാനാണ് ഉപമിച്ചത് ശിഖണ്ഡി. അതെ, ഉപമിച്ച സന്ദീപ് വാര്യരെ പറഞ്ഞോളൂ, നിങ്ങൾ തമ്മിൽ കൊണ്ടും കൊടുത്തും ഒക്കെ വാങ്ങിച്ചും കൊടുത്തും ഒക്കെ ആകാം, അത് രാഷ്ട്രീയമാണ്. പക്ഷെ അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ, മനുഷ്യരിൽ ഒരു പ്രത്യേക വിഭാഗത്തെ അങ്ങനെ ചിത്രീകരിക്കുന്നതോ അതിനെ കുറച്ച് മോശമായിട്ടൊരു പരിഹാസ ചൊവ്വയോടുകൂടി ചിത്രീകരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾ അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം കുറെ കൂടെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കേണ്ടതായിരുന്നു. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ. ആൺ പെൺ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ന് ലോകം മുഴുവനും അംഗീകരിച്ചു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ. അതിലെന്താ അവരെ അംഗീകരിക്കുന്നതിന് എന്താ കുഴപ്പം? അവരെ എന്തിനാ അവരെ പരിഹസിക്കാൻ പോകുന്നത്? RSS മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് പോലും അതെ, അവരൊരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. അവരെ ഒഴിച്ചു നിർത്തിയ ഒരു സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള BJPയുടെ മാതൃസംഘടന RSS ആണല്ലോ. RSSന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന സർസംഘചാലക് പോലും അക്കാര്യത്തിൽ എത്ര അനുഭാവപൂർണമായിട്ട് വളരെ മനോഹരമായിട്ട് ആ വിഷയം പറഞ്ഞു. അപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ എന്താ പറയുക, ഒരു പരിഹാസ ചൊവ്വയോടുകൂടി സംസാരിക്കുന്നത് ഒരിക്കലും BJP സംസ്ഥാന പ്രസിഡന്റിന് ചേർന്നതല്ല. ചിലപ്പോൾ കെ സുരേന്ദ്രൻ അത് ചേർന്നതായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ BJP സംസ്ഥാന പ്രസിഡന്റിന് അത് ഒട്ടും ചേർന്നതല്ല. അദ്ദേഹം ആ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു ആക്ഷേപം അദ്ദേഹം പിൻവലിക്കേണ്ടതായിരുന്നു. ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത അദ്ദേഹം പറയുന്നത് കൗരവപക്ഷത്ത് യഥാർത്ഥത്തിൽ ശിഖണ്ഡി നിന്നത് കൗരവപക്ഷത്തായിരുന്നു എന്നൊരു ചോദ്യമാണ്. അങ്ങനെ കാരണം അദ്ദേഹത്തിന് പുരാണത്തിൽ യാതൊരു പിടിയുമില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാണ്. അതെ, ഇതിനകത്ത് ഇത് ബോധപൂർവം പറഞ്ഞതാണോ അബദ്ധത്തിൽ പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ട്രോളുകൾ ഒരുപാട് വന്നു കഴിഞ്ഞു. ആ ട്രോളുകളെല്ലാം ഇദ്ദേഹം ഉപയോഗിച്ച, ഞാനീ പറഞ്ഞ ശിഖണ്ഡി എന്ന പ്രയോഗത്തിനകത്തുള്ള പരിഹാസത്തെക്കുറിച്ച് ആരുടെയും ശ്രദ്ധ പോയിട്ട് ഒരുപക്ഷെ നമ്മളായിരിക്കും ആദ്യം. അതെ, നമ്മളായിരിക്കും, മീഡിയ മലയാളമായിരിക്കും ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത്. അതിന് നമുക്ക് ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് ലഭിച്ചത് കൊണ്ടുമാണ് നമ്മളത് പറയുന്നത്. ഇരിക്കട്ടെ, ഇവിടെ ഈ ശിഖണ്ഡി കൗരവപക്ഷത്ത് നിന്നല്ല യുദ്ധം ചെയ്തത്. ശിഖണ്ഡി മഹാരഥന്മാരുടെ പേരെണ്ണി പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു മഹാരഥനാണ് ശിഖണ്ഡി, നിസ്സാരക്കാരനല്ല. ഈ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഒരു നിസ്സാര എന്താ പറയുക ഒരു ഏർപ്പാടല്ല അത്. മറിച്ച് കൃഷ്ണനെയും അർജുനനെയും പിന്നെ മറ്റ് അതായത് യുധിഷ്ഠിരൻ, ഭീമസേനൻ
തുടങ്ങി മറ്റ് മഹാരഥന്മാരെ പോലൊരു മഹാരഥനാണ് സത്യത്തിൽ ഈ ശിഖണ്ഡി. അങ്ങനെയുള്ള ശിഖണ്ഡി പാണ്ഡവപക്ഷത്ത് നിന്നാണ് യുദ്ധം ചെയ്തത്. അത് ഭഗവത്ഗീതയിൽ ഉൾപ്പെടെ ഉണ്ട്. ഭഗവത്ഗീതയിൽ ഈ അർജുന വിഷാദ യോഗം 1-ാം അധ്യായം വരുമ്പോൾ തന്നെ അവിടെ എനിക്ക് തോന്നുന്നു ശ്ലോകത്തിന്റെ സംഖ്യ ഞാൻ തെറ്റി 16-ാമത്തെയോ 17-ാമത്തെയോ ശ്ലോകമാണ്, ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം, പ്രേക്ഷകർ ക്ഷമിക്കുക. ആ ശ്ലോകത്തിൽ എണ്ണി മഹാരഥന്മാർ ശംഖ് വിളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണൻ ശംഖ് വിളിക്കുന്നു, അർജുനൻ ശംഖ് വിളിക്കുന്നു, തുടർന്ന് ഭീമൻ, യുധിഷ്ഠിരൻ, നകുല സഹദേവന്മാർ എന്നെല്ലാം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കാശി രാജാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ആണ് കൃത്യമായിട്ട് ശിഖണ്ഡിയുടെ പേരും പിന്നെ വ്യാസൻ പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയ കാര്യമാണോ? അല്ല. അപ്പോൾ മഹാരഥനായ ഒരാളാണ് അദ്ദേഹവും. ഭീഷ്മരുമായിട്ട് യുദ്ധത്തിന് നേർക്ക് നേർ വന്നു. ഭീഷ്മർ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്തില്ല എന്ന് പറഞ്ഞ് ആയുധം താഴെ വെക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിച്ചു കേട്ട കഥയും ചരിത്രവും ഒക്കെയാണ്. എന്തു തന്നെ ആയിക്കോട്ടെ, അത് ചരിത്രമോ കഥയോ എന്തും ആയിക്കോട്ടെ. പക്ഷേ ശിഖണ്ഡിക്ക് പുറകിൽ നിന്ന അർജുനൻ ഈ അവസരം ഉപയോഗിച്ച് ഭീഷ്മരെ വീഴ്ത്തുന്നു. ഭീഷ്മർ ശരമേറ്റ് നിലത്ത് വീഴുന്നു. ഇതാണ് ചരിത്രം. ഇവിടെ എവിടെയാണ് കൗരവപക്ഷത്ത് പോയി നിന്ന് ഏത് ഇതിഹാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പുരാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ഇപ്പൊ ഈ പറയുന്നതിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ഒരു പിടിയും. എങ്ങനെ അദ്ദേഹം ട്രോൾ ചെയ്യപ്പെട്ടു? പക്ഷെ അദ്ദേഹം ട്രോൾ ചെയ്യപ്പെട്ടത് ഏറ്റവും 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പം ആ ദിവസമാണ് ഈ പ്രതികരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചത്. അതിപ്പം ട്രോൾ ചെയ്യപ്പെടുന്നത് ഈ വീഡിയോന്റെ ആദ്യത്തെ ഒരു ഭാഗം വെച്ചുകൊണ്ട് പല ഭഗവത്ഗീത പണ്ഡിതരും പുരാണങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം ജ്ഞാനമുള്ള ആളുകളും എന്താണ് സുരേന്ദ്രൻ ജി ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രോള് ആ വീഡിയോ പ്രചരിക്കുന്നത്. അതിന്റെ താഴത്ത് നിരവധി കമന്റുകളാണ് വരുന്നത്. ആ കമന്റുകൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് സുരേന്ദ്രനെ ട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഈ ഹിന്ദു പുരാണങ്ങളെ പറ്റിയിട്ടും ഇതിഹാസങ്ങളെ പറ്റിയിട്ടൊക്കെ കൃത്യമായ മഹാഭാരതത്തെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചും ഭഗവത്ഗീത കോട്ട് ചെയ്തുകൊണ്ടാണ് അവര് സംസാരിക്കുന്നത്, അവർ ഈ കമന്റുകൾ ഇടുന്നത്. അപ്പോൾ അത് വളരെ ആഴത്തിൽ സമൂഹം അത് വളരെ ആഴത്തിൽ അതിനെ ശ്രദ്ധിച്ചു. അതിൽ ഈ പറയുന്ന ഈ ശിഖണ്ഡി ആദ്യത്തെ തെറ്റ് എന്ന് പറയുന്നത് ശിഖണ്ഡി എന്ന് പറയുന്നത് ഒരു പരിഹാസ ചോയോടുകൂടി അത് പറഞ്ഞു വാക്കുപയോഗിച്ചു എന്നുള്ളതാണ്. അത് വേണ്ട. ഒരു അധിക്ഷേപത്തിന്റെ ഒരു സ്വരം, ഒരു ഭാവം അതിനകത്തുണ്ട്. അത് വേണ്ടായിരുന്നു. അത് BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ആള്, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നയാൾ, KPCC പ്രസിഡന്റ് ആയിരിക്കുന്നയാളൊക്കെ അവർക്ക് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതാണ്. അവർ സമൂഹത്തിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇപ്പോൾ RSSന്റെ സർസംഘചാലക് പറഞ്ഞതുപോലെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കേണ്ടവരാണ്. അവരൊരിക്കലും ആ കസേരയിൽ ഇരുന്നുകൊണ്ട്, ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് പറയാൻ പാടില്ല. ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ ആകാം, പക്ഷെ അത് സമൂഹത്തിൽ എൻ്റെ വാക്കുകൾ എവിടെയെല്ലാം ചെന്ന് തറയ്ക്കും എന്ന് ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ശ്രദ്ധിക്കണം. ആലോചിച്ചേ പറയാവൂ, ആലോചിക്കാതെ പറയരുത്. അങ്ങനൊരു വലിയ കുഴപ്പം അതിനകത്തുണ്ട്. രണ്ടാമത്തത്, ഈ ട്രോളുകൾ വന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. ആ സമുദായം വളരെ കൃത്യമായിട്ട് ഭഗവത്ഗീത വായിച്ചിരിക്കുന്നു എന്നാണ്. ആ ഭഗവത്ഗീത വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ട്രോളുന്നത്. അവരെ എങ്ങനെ കുറ്റം പറയും? നമ്മൾ അബദ്ധം പറഞ്ഞിട്ട് എന്നെ ട്രോളി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അല്ല, അദ്ദേഹം വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വായിച്ച ഒരാളിനും തെറ്റ് സംഭവിക്കാം, മനുഷ്യ സഹജമല്ലേ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ട്രോളുകൾക്കപ്പുറത്തേക്ക് അതിനകത്ത് മാനുഷികമായ ഒരു പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഈ നമ്മൾ ശിഖണ്ഡി എന്നൊക്കെ കളിയാക്കിയ, ഇന്നിപ്പോൾ ശിഖണ്ഡി എന്ന വാക്ക് ഒരു എന്താ പറയേണ്ട, ഒരു മഹാരഥന്റെ പേരാണ്. ആ പേരിനെ നമ്മൾ ഇന്ന് കളിയാക്കി ഉപയോഗിക്കുകയാണ്. ആ പരിഹാസം മാറ്റിവെക്കണം. കാരണം എല്ലാ മനുഷ്യർക്കും വ്യക്തിത്വം ഉണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി ആളുകൾ അംഗീകരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നൊക്കെയുള്ള ബോധം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ പോലും അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ പോലും അവർക്ക് വലിയ രീതിയിൽ എന്താ പറയാ ഭാരവാഹിത്വവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോഴെങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. BJPയെ അംഗീകരിക്കുന്ന ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ഒരുപാട് ട്രാൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട് സുരേന്ദ്രൻ ഈ പറഞ്ഞത് വളരെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്, പ്രതിഷേധാത്മകമാണ്. ദുഃഖമാണ് തീർച്ചയായിട്ടും. അത് അതിനകത്ത് പ്രിയപ്പെട്ട സുരേന്ദ്രൻ, അതെ പ്രിയപ്പെട്ട സുരേന്ദ്രൻ ജി
KS കണ്ണേ കരളെ KS എന്നൊക്കെ അണികൾ വിളിക്കുന്നു. കണ്ണേ കരളെ സുരേന്ദ്രൻജി. അതെ, അദ്ദേഹം ഇത് തിരുത്തണം. ഈ ഒന്നാമത്തെ കാര്യം, ശിഖണ്ഡി ഒരു മോശപ്പെട്ട എന്തെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ ഒന്നും അല്ല. പരിഹാസവും അധിക്ഷേപവും അവർക്ക് നേരെ ചൊരിയരുത്. അല്ല, ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം മഹാരഥനായിരുന്നു. അദ്ദേഹം എങ്ങനെ ഈ എന്താ പറയുക പുരുഷ സ്വഭാവത്തിലേക്ക് വന്നു, പിന്നെ സ്ത്രീ ആയിട്ടാണോ ജനിച്ചത്, ഇതൊക്കെ ഇതിഹാസത്തിനകത്തുണ്ട്. ഇതിൻ്റെ എല്ലാം ചരിത്രം നമ്മൾ സമയപരിമിതി കൊണ്ട് അവിടേക്ക് കടക്കുന്നില്ല. വാസ്തവത്തിൽ മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അദ്ദേഹം അതുകൊണ്ട് മഹാഭാരതം നന്നായിട്ട് വായിക്കണം. നമ്മുടെ ഒരു അഭ്യർത്ഥന അതാണ്. കൗരവപക്ഷത്തല്ല, പാണ്ഡവപക്ഷത്ത് നിന്ന മഹാരഥനാണ്, നിസ്സാരക്കാരനല്ല. ഒരു കാര്യം കൂടി, അതൊരു പരിഹാസ കഥാപാത്രമല്ല അദ്ദേഹം, കോമാളി അല്ല അദ്ദേഹം. അതുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് ആ മാനുഷിക പരിഗണന കൊടുത്ത് ആ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു സുരേന്ദ്രൻ നടത്തേണ്ടിയിരുന്നത്. മറിച്ച് അത് സന്ദീപ് വാര്യരെ ഇകഴ്ത്താനായിട്ട്, സന്ദീപ് വാര്യരെ കുറ്റപ്പെടുത്താനായിട്ട് ഇങ്ങനെ ഒന്ന് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനം ഞാനൊരു കാര്യം കൂടി പറയാം. വേറെ ഒരു ട്രോളും കൂടി, നമ്മൾ ട്രോളിലൂടെയാണല്ലോ ആരംഭിച്ചത്. അതെ, മറ്റൊരു ട്രോളും കൂടി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ഉള്ളി സുരേന്ദ്രൻ എന്നാണ് പൊതുവെ ആളുകൾ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ പുതിയൊരു വാക്കുകൂടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്, അത് സംഭാവന നൽകിയിരിക്കുന്നത് സന്ദീപ് വാര്യർ തന്നെയാണ്. സുരേന്ദ്രൻ കളിയാക്കിയിട്ടുണ്ടായി, സന്ദീപ് വാര്യരൊക്കെ എന്ത്, അദ്ദേഹമൊക്കെ വെറും പ്രാദേശിക നേതാവ്, അദ്ദേഹത്തിനൊക്കെ എന്ത് വില എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായി. അതിന് സന്ദീപ് കൊടുത്ത മറുപടിയാണ്, ശരിയാണ്, ഞാൻ പ്രാദേശിക നേതാവാണ്, ഞാൻ സാധാരണ താഴേക്കിടയിലുള്ള അണികൾക്ക് അവരുടെ കൂടെയൊക്കെ നടന്ന് സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സുരേന്ദ്രന് പക്ഷെ അതൊന്നും കഴിയില്ലല്ലോ, അദ്ദേഹം ബഹിരാകാശ നേതാവല്ലേ, അദ്ദേഹം ബഹിരാകാശത്ത് തന്നെ ഇരിക്കട്ടെ, ബഹിരാകാശത്ത് ഇരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ, താഴത്തിറങ്ങുകയേ വേണ്ട എന്നുള്ള രീതിയിലാണ് സന്ദീപിൻ്റെ കമൻറ്റ്. അതിപ്പോൾ വലിയ രീതിയിൽ ട്രോളി മാറിയിരിക്കുന്നു. ഇനി പുതിയ നാമത്തിൽ അദ്ദേഹം അറിയപ്പെടും, ബഹിരാകാശ നേതാവ്. സന്ദീപിനെ കൂട്ടിയത് കൊണ്ടാണ് അത് പറയുന്നത്, കളിയാക്കിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രോളും കൂടി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒഴിവാക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഈ എന്താ പറയാ വടി കൊടുത്ത് അടി വാങ്ങി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഇനിയെങ്കിലും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, നമുക്ക് അങ്ങനെ ആശംസിക്കാൻ കഴിയും. തന്നെയായാലും പാലക്കാട് ശ്രീ കൃഷ്ണകുമാർ ജിക്ക്